ഇതാണ് ഓൺ സ്വിച്ച്. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു ഓണും കൂടെ നമ്മുടെ ജീപ്പേയിൽ പിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്വിച്ച്, വേറെ എക്സ്ട്രാ സ്വിച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ചെറിയൊരു എയറോണാണ് സെറ്റ് ചെയ്തേക്കണം. കാണിച്ചു തരാം, കണ്ടോ? അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ജീപ്പ് വിശേഷങ്ങളാണ്. വീട്ടിലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗെറ്റപ്പിലൊക്കെ. നമ്മുടെ ജീപ്പ് ഏകദേശം ഒരു 2-3 മാസത്തോളം ആയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ നമുക്ക് ജീപ്പ് ഇന്നൊന്ന് പുറത്തിറക്കണം, ഒന്ന് ട്രയൽ ഓടിക്കണം, അതുപോലെ വണ്ടി ഒന്ന് കഴുകിയിടണം. കുറേ നാളായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ജീപ്പ് ഉപയോഗിക്കുന്നവരും ജീപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാൻ നോക്ക്. നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പം നമ്മുടെ മുറ്റമൊക്കെ അത്ര വലിയ സൗകര്യമുള്ള മുറ്റമൊന്നുമല്ല, അത്യാവശ്യമൊക്കെ സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി പുറത്തെടുക്കാനുള്ളൊരു പാടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓട്ടോ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി നമ്മൾ എടുക്കാനും കയറ്റിയിടാനൊക്കെ എളുപ്പത്തിൽ നമ്മൾ ഫ്രണ്ടിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പയ്യൻ കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കണ്ടോ, ഏറ്റവും പുറകിൽ നമ്മൾ കയറ്റിയിട്ടേക്കുക. ഇപ്പം പുള്ളി റെസ്റ്റിലായതുകൊണ്ട് പുള്ളിയുടെ ബാറ്ററി ചാർജില്ല, അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുണ്ട് ഓട്ടോ, അപ്പം പുള്ളിയും റെസ്റ്റിലാണ്. ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് 1 വർഷം മുമ്പ്. അപ്പോൾ പുള്ളി ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 15 വർഷം പൂർത്തിയായി വണ്ടി. അപ്പോൾ ഇവൻ്റെ ബാറ്ററി എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പുള്ളീനെ പുറത്തേ അടിക്കാൻ. കണ്ടോ, ഞാൻ ചുമ്മാ തള്ളിയൊന്നുമല്ല കേട്ടോ. വണ്ടിയുടെ ബോണറ്റൊക്കെ ഇരിക്കണം നിങ്ങൾ നോക്കി. ഏകദേശം ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വണ്ടി ഒന്ന് പുറത്തിറക്കിയിട്ട്. പൊടിയാണ് നിറച്ച്. ഉൾവശം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ വണ്ടി ഇങ്ങനെയൊന്നും അല്ല കൊണ്ട് നടക്കുന്നത്, പക്ഷേ സമയക്കുറവ് മൂലം ഇത് കണ്ടോ ആകെ പൊടി പിടിച്ച് ശോകമായിട്ട് കിടക്കുകയാണ്. 2 വണ്ടി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുക്കനെ ഇറക്കാനുള്ളൊരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ വണ്ടിയൊന്ന് ബാറ്ററി അഴിച്ച് നമ്മുടെ ജീപ്പയിൽ കയറ്റി വെക്കണം, എന്നിട്ട് വേണം ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറക്കാൻ. അപ്പോൾ നമുക്ക് ബാറ്ററി അഴിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഈ ബാറ്ററിയുടെ എർത്ത് വയർ ഉണ്ടല്ലോ, മൈനസ്, ആ വയർ നിങ്ങളൊന്ന് ഓവർ ടൈറ്റ് ചെയ്യാണ്ട് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഊരിയെടുക്കാൻ പാകത്തിന് നിങ്ങൾ മുറുക്കുവാണെങ്കിൽ ഈ വണ്ടി ഷോർട്ട് സർക്യൂട്ട് മൂലമൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തീ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ നമുക്ക് ഈ വയറൊക്കെ ഉരുകുന്ന ഒരു സ്മെല്ല് കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്പോട്ടിൽ തന്നെ ബോണ്ട് തുറക്കുക. ഈ ബാറ്ററിയുടെ എർത്ത് വയർ ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു തീപിടുത്തമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓയിലും നോക്കണം, വെള്ളം നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറക്കാം. ഏകദേശം നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. ബാറ്ററി കയറ്റി വെച്ചു, സെറ്റ് ചെയ്തു. അപ്പോൾ പുറത്തേക്ക് ഇറക്കണം. അപ്പം ഒറ്റയടിക്ക് എടുക്കണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം അപ്പോൾ സെൽഫ് അടിക്കാൻ പോവാണ്. ഏകദേശം ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് പുള്ളി കയറി കിടക്കും. അപ്പോൾ ഒന്ന് അടിച്ചു നോക്കാം. ഒറ്റയടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 60-ൻ്റെ ബാറ്ററിയാണ് ഓട്ടോയുടെ, എങ്കിൽ പോലും പുത്തൻ ബാറ്ററിയാണ്. അപ്പം ഒറ്റയടിക്ക് ഏതായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വണ്ടി 97 മോഡലാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ റോഡ് നിയമങ്ങളൊക്കെ പാലിക്കുക. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മാക്സിമം സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്ക് ട്രയൽ ഓടിക്കാം. മെയിൻ റോഡിൽ കൂടെ ഇറങ്ങി ഒരു 2 കിലോമീറ്റർ നമ്മൾ സ്ഥിരം പോണ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ആ വഴിക്കോടെ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വീടിൻ്റെ അങ്ങോട്ട് ഇനി പോവാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലമുണ്ട്. അപ്പോൾ സാധാരണ ആ കയറ്റവും കൂടെ ഞാനൊന്ന് ഓടിക്കാറുണ്ട് വണ്ടി. അപ്പം അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ട്രയലോടിയിൽ നിർത്തിയിട്ട് വണ്ടി ഒന്ന് കഴുകാം. ഓക്കെ, വണ്ടി ഓടിച്ചിട്ട് വലിയ കംപ്ലൈൻറ്റുകളൊന്നും തോന്നുന്നില്ല കേട്ടോ. സാധാരണ ഈ ബ്രേക്ക് മറ്റേ സിലിണ്ടർ ഉണ്ടല്ലോ, ബ്രേക്ക് സിലിണ്ടർ, അപ്പോൾ അതൊക്കെ ജാമാവാറൊക്കെ ഉണ്ട്. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഈ ബൊലോറോയുടെ സിലിണ്ടർ, അതായത് ബ്രേക്കിൻ്റെ മാഷ് സിലിണ്ടർ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അത് മേടിച്ച് നമ്മുടെ ജീപ്പയിൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അലുമിനിയത്തിൻ്റെ മെറ്റലാണ്. അപ്പം നമ്മുടെ ജീപ്പിൻ്റെ ബാക്കിലിരിക്കുന്ന സിലിണ്ടർ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ. അപ്പോൾ ഈ ബക്കറ്റ് ജാമാവാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഈ ബൊലോറോയുടെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഒരെണ്ണം ഏതാണ്ട് 1000 രൂപയ്ക്കാണ് വന്നെ. അപ്പോൾ അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ വീല് ജാമാവാണ്ടിരിക്കും. വണ്ടി നമ്മൾ എപ്പോഴും എടുക്കാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വീല് ജാമാവാണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജീപ്പ് ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിനി വണ്ടി പോക്കറ്റ് റോട്ടിൽ കൂടെ ഒന്ന് ഒഴിയാൻ പോകാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇച്ചിരി ഹിൽസായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പോക്കറ്റ് റോട്ടിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഹിൽസ് ഏരിയയിലേക്കാട്ടോ കയറി പോണേ. ഇവിടെയുള്ള ആളുകൾ ഈ ജീപ്പ് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ, ഹൈറേഞ്ചുകാരുടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഏലമാണ്. അപ്പോൾ ഈ ഏലം കൃഷി ആണ് ഇപ്പോൾ നിങ്ങൾ ഈ റോഡിൻ്റെ 2 സൈഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൂരത്തൊക്കെയാണ് നമ്മുടെ കൃഷിയിടങ്ങളുള്ളത്. അപ്പോൾ ഈ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്കുടെ ഈ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് വിളവെടുത്ത് എത്തിക്കാനായിട്ട് ഉള്ള ഏക ഒരു മാർഗമാണ് ഈ ജീപ്പെന്ന് പറയുന്നത്. കൃഷി ആവശ്യങ്ങൾക്ക് ട്രാക്ടർ, ട്രില്ലർ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഹൈറേഞ്ചുകാർക്ക് 4 വീൽ ജീപ്പ് എന്ന് പറയുന്ന ഈ വാഹനം ഇല്ലാണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല. ഹൈറേഞ്ചിൽ 1 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പാട്ടത്തിനൊക്കെ എടുത്ത് പണിയുന്ന ഒരു കൃഷിക്കാരന് ഒരു 4 വീൽ ജീപ്പ് മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള നടുമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷനിലാട്ടോ ഇപ്പം നമ്മൾ നിൽക്കണേ. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 പഞ്ചായത്തിലെ ദൂരക്കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പയ്യനാട്ടോ ഈ കിടക്കുന്ന 97 മോഡല് കമ്പനി 5 ഗിയർ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മൾ ആ ഷോറൂം കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, വണ്ടി ആ വന്ന ലുക്കിൽ തന്നെയാണ്. നമ്മൾ പ്ലേറ്റ് പോലും അടിച്ച് പൊക്കിയിട്ടില്ല. ആ കമ്പനി ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നൈസായിട്ട് കഴുകാൻ പോവാട്ടോ. നമ്മൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യചളിയൊന്നും ഇല്ലായിരുന്നു, കൊണ്ട് നമ്മൾ നൈസായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുണ്ട് വണ്ടി. കണ്ടോ, ഈ സമയം നമ്മൾ ജീപ്പ് അടിപൊളിയായിട്ട് കഴുകി പരിപാടികളെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി വണ്ടി കയറ്റിയിടുകയാണ്. നിങ്ങളിപ്പം ജീപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വണ്ടി മഴയ്ക്ക് മുമ്പായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ വണ്ടിയുടെ ബോഡി ഭാഗത്തുള്ള വെൽഡിങ്ങും ചെറിയ പാച്ച് വർക്കുകളൊക്കെ തീർത്ത് വണ്ടിയുടെ അകവും അതുപോലെ പുറത്ത് ബോഡിയിൽ പോയ ഭാഗങ്ങളൊക്കെ പെയിൻ്റൊന്ന് ടച്ച് ചെയ്ത്
ആ ചെയ്സൊക്കെ ഒന്ന് മാറ്റി ബ്ലാക്കൊക്കെ അടിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബോഡി ഒരു 10 വർഷമൊക്കെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പം മൊത്തം ബോഡി ഡാമേജായിട്ട് മാറ്റി വെച്ച് പണിത് എടുക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ലക്ഷം രൂപയൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നൊരു പ്രൊസീജിയറാണ്. അതുപോലെ ഒരു 1.5 മാസമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മാറ്റി ഇടേണ്ടി വരും. അതുപോലെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് വണ്ടി ഉപയോഗമുള്ളവരാണെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ജീപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ തോതിലൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു 98-99 മോഡൽ വണ്ടിയൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടിയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്കൊരു 10 വർഷമൊക്കെ ഉപയോഗിക്കാൻ ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കണം. അതായത് 5 വർഷം പേപ്പർ, അതുപോലെ ഫുള്ള് ബോഡി, ടയറ്, മറ്റു ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരു 3 രൂപ നമുക്ക് ഈ അവസ്ഥയിലൊക്കെ ചിലവ് വരും. അപ്പം കുറഞ്ഞ വണ്ടി എടുത്ത് പണിയാന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് വളരെ ചിലവും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പം മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒരു 50,000 രൂപയൊക്കെ കൂടുതലാണെങ്കിലും നമ്മളത് നോക്കാതെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ നോക്കുക. പിന്നെ ടർബോ വണ്ടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ മുതൽ ഒരു 6.5 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് മുടക്ക് വരും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും തന്നെ ഈ വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം ഡ്രൈവ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു കാറ് യൂസ് ചെയ്യണ പോലെയൊക്കെ നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ലേഡീസിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികം ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ടർബോ ഒക്കെ എടുക്കുന്നതിനാണ് കുഴപ്പമില്ല. ഈ ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഓപ്പൺ വണ്ടി ആയതുകൊണ്ട് സ്റ്റീറിംഗ് ബോക്സിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ആ ബോണറ്റിനും കൂടെ ഒരു ലോക്ക് നല്ലൊരു പാച്ചനെ കൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിക്കൊരു പ്രയോജനം ചെയ്യുന്നൊരു കാര്യം കേട്ടോ. കാരണം ബാറ്ററി ഒരു 16,000 രൂപ മുടക്കുള്ള ഒരു മുതലാണ്. അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഈ സെൽഫ് അടിച്ച് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ജീപ്പിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, ബോണറ്റിന് ഒരു ലോക്കും കൂടെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ 2 വീല് വണ്ടികൾ എടുത്ത് 4 വീൽ ആക്കി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കൂടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ 2 വീല് വണ്ടികൾ 4 വീലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുക്കേലൊന്നും എൻ്റർ ആവില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടാനുള്ള സാധ്യതയും സീനാവും. അതായത് ആൾട്രേഷൻ കാറ്റഗറിയിൽ പെടുത്തി നമുക്ക് ആ ക്ലെയിം നഷ്ടമാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ നമുക്ക് മുടക്ക് വരും ഈ 2 വീല് വണ്ടികൾ 4 വീലാക്കി എടുക്കുമ്പോൾ. തന്നെയുമല്ല ഈ വണ്ടികൾ വിൽക്കുമ്പം റീസെയിൽ വാല്യൂ കുറയാനും ചാൻസ് ഉണ്ട്. ഈ 2 വീല് വണ്ടികൾ 4 വീലാക്കിയ വണ്ടികളൊക്കെ ആണെങ്കിൽ അത് റീടെസ്റ്റിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്കത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. റീടെസ്റ്റൊക്കെ ചെയ്ത് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ സ്ഥലം രാജകുമാരിയിലാണ്. നിങ്ങളുടെ കയ്യിൽ വണ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ രാജകുമാരിയിലെ നല്ല ഹൈ ക്വാളിറ്റി രീതിയിൽ വണ്ടികൾ ഷോറൂം കണ്ടീഷനിൽ വണ്ടികൾ പണിത് കൊടുക്കുന്ന വർക്ക്ഷോപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ അടക്കം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഏകദേശം ഒരു 7ഓളം വർക്ക്ഷോപ്പുകളുണ്ട് നമ്മുടെ ടൗണിൽ തന്നെ. എല്ലാ വർക്ക്ഷോപ്പുകളിലും നല്ല രീതിയിൽ വണ്ടികൾ പണിത് കൊടുക്കുന്ന പാച്ചന്മാരും അതുപോലെ മെക്കാനിക്കുകളും ഉണ്ട്. അപ്പം ബോഡി വിത്ത് മെക്കാനിക്ക് വർക്ക്ഷോപ്പുകൾ, അതുപോലെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പുകൾ, ഇലക്ട്രീഷ്യന്മാർ, അപ്പോൾസ്ട്രി വർക്ക് ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ ടൗണിലുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു 7 വർഷക്കാലം ജീപ്പ് ഉപയോഗിച്ച ഒരു ചെറിയ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ജീപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇടുക്കി ജില്ലയുടെ പുറത്തൊക്കെയുള്ള ആളുകൾ ജീപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ജീപ്പിനെ കുറിച്ച് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയ്ക്കൂടെ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.